ഭാരതീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായമായ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചായാലോ ഇന്നത്തെ വിവരണം. ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയ റൗലറ്റ് ആക്ട് എന്ന കരിനിയമത്തിനെതിരെയും ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നീ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനുമായി 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻവാലാബാഗ് മൈതാനത്ത് ഏകദേശം 20,000-ഓളം വരുന്ന ജനങ്ങൾ ഒത്തുകൂടി. അന്ന് വിളവെടുപ്പുത്സവമായ ബൈശാഖി ദിനം കൂടിയായതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം അവിടെ സമാധാനപരമായി യോഗം ചേരുകയായിരുന്നു. എന്നാൽ മൈതാനത്തേക്കുള്ള ഇടുങ്ങിയ പ്രവേശന കവാടം സൈനികരെക്കൊണ്ട് തടഞ്ഞ ജനറൽ ഡയർ നിരായുധരായ ജനങ്ങൾക്ക് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വെടിവയ്ക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റോളം നീണ്ടുനിന്ന ക്രൂരമായ ഈ വെടിവയ്പിൽ ഏകദേശം 1650 റൗണ്ട് ഉണ്ടകളാണ് ജനങ്ങൾക്ക് നേരെ ഉതിർത്തത്. വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ മൈതാനത്തെ കിണറ്റിലേക്ക് എടുത്തുചാടിയ നൂറുകണക്കിന് ആളുകളും അന്നു ദാരുണമായി കൊല്ലപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ 379 ആണെങ്കിലും 1000-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് കരുതപ്പെടുന്നത്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ നൈറ്റ്ഹുഡ് ബഹുമതിയും ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് മെഡലും ഉപേക്ഷിച്ചു. ലോക മനസാക്ഷിയെ മരവിപ്പിച്ച ഈ മഹാദുരന്തം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗതി മാറ്റിമറിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരതകൾക്കെതിരെ രാജ്യമൊട്ടാകെ ഐക്യപ്പെടാൻ കാരണമാവുകയും ചെയ്തു. ഇതുപോലെ അടുത്ത ചരിത്ര സംഭവവുമായി വീണ്ടും കാണാം.